PSC പരീക്ഷയ്ക്ക് വേണ്ടി ധാരാളം കോച്ചിങ് സംവിധാനങ്ങളുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഓഫ്ലൈനായിട്ട് നമുക്ക് പോയിരുന്ന് പഠിക്കാൻ പറ്റുന്ന വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് ധാരാളം സംവിധാനങ്ങളുണ്ട്. ആപ്പുകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇനി ഈവൻ സ്വന്തമായിട്ട് ഒരാൾ പഠിക്കാൻ ഉദ്ദേശിച്ചാൽ യൂട്യൂബിൽ നല്ല നല്ല ക്ലാസ്സുകളുണ്ട്. പല ചാനലുകളും എടുത്താൽ മുഴുവൻ ക്ലാസ്സും അതിൽ കിട്ടും. അപ്പോൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ ഉള്ള ആളുകൾക്ക് അത് നോക്കി പഠിച്ചാലും മതി. അപ്പൊ ഇത്തരത്തിലുള്ള റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഫീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ വലിയ ഫീസ് ഒന്നുമല്ല, അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഫീസ് ഘടനയാണ് ഒട്ടുമിക്ക കോച്ചിങ് സെന്ററുകളിലും ഉള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം കോച്ചിങ് സെന്ററുകളിൽ ഇത്രയും നല്ല ഫാക്കൽറ്റികൾ എടുത്തുനിന്ന് ക്ലാസ് കേട്ടിട്ടും ഒരു PSC ലിസ്റ്റിൽ പോലും ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്തത്? ഈ ചോദ്യങ്ങൾ പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ സാർ ഇങ്ങനെ സംഭവിക്കുന്നത്? എത്രയോ ആയിരം കുട്ടികൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവരുടെ യുവത അല്ലെങ്കിൽ അവരുടെ 20s ഇങ്ങനെ കടന്നു പോവല്ലേ എന്ന്. ശരിക്കും റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടോ? PSC ക്ലാസ്സുകൾക്ക് പോയത് കൊണ്ട് മാത്രം ആർക്കെങ്കിലും പരീക്ഷ പാസ്സാകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പഠിക്കണം. പഠിച്ചാൽ മാത്രമേ പരീക്ഷ പാസ്സാവുള്ളൂ. പഠിക്കണം, റിവിഷൻ നടത്തണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് നോക്കണം, നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് ആൻസർ ചെയ്ത് നോക്കണം. ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. വെയിറ്റ് ലോസ് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ഈ വെയിറ്റ് ലോസ്, തടി കുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്താ ചെയ്യുക? ആദ്യം പോയിട്ട് ഒരു വെയിങ് മെഷീൻ വാങ്ങും. എന്തിനാ? എല്ലാ ദിവസവും അതിന്റെ മുകളിൽ കയറി നോക്കിയിട്ട് വെയിറ്റ് നോക്കും. ഓരോ ദിവസവും ഡയറ്റ് എടുക്കുന്നതനുസരിച്ച് വെയിറ്റ് കുറയുമ്പോഴാണ് ആത്മവിശ്വാസം കൂടുന്നതും അതുപോലെ തന്നെ അതിനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നതൊക്കെ. ശരിയല്ലേ? ഇതേപോലെ നമ്മൾ ഒരു PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി എന്നുള്ള നിലക്ക് നമ്മളെങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഈ വെയിങ് മെഷീൻ പോലത്തെ എന്തെങ്കിലും ഉപകരണം ഉണ്ടോ? നിങ്ങളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കാൻ എന്തെങ്കിലും മെഷീൻ ഉണ്ടോ? മെഷീൻ അവൈലബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ എവിടെ എത്തിയിട്ടുണ്ട് എന്ന്. നമ്മുടെ കോച്ചിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്ന ഒരു കുട്ടി ആദ്യം ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ നിർബന്ധമായിട്ട് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു ഞാൻ പ്രിപ്പറേഷനേ ഇല്ല. എന്തേ കാരണം? എനിക്ക് -4 മാർക്ക് കിട്ടിയത്. മൈനസ് കിട്ടിയ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാനാണ്? അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മൈനസ് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രിപ്പയർ ചെയ്ത ആളല്ലല്ലോ. ചിലപ്പോൾ ഡിഗ്രിയോ PG ഒക്കെ ഉണ്ടാകും. അതൊന്നും അല്ല PSC എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. BSc മാത്സ് അല്ലെങ്കിൽ MSc മാത്സ് കഴിഞ്ഞ ഒരാൾക്കും PSCയുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ടൈം ബൗണ്ടഡ് ആയിട്ട് ടൈമിനുള്ളിൽ, ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ ചിലപ്പം കഴിഞ്ഞോളൊന്നുമില്ല. അത് ഇതായിട്ട് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിപ്പറേഷൻ തന്നെ നടത്തണം. ഏതായാലും ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം, അതുകൊണ്ട് നിങ്ങളത് നിർത്തിപ്പോവല്ല വേണ്ടത്, ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ഓരോ ആഴ്ചയും നമ്മൾ കൊടുക്കുന്ന ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവർ പഠിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓരോ ആഴ്ചയും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവർ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര കോൺഫിഡൻസ് കൊടുത്തു. അവസാനം ആ വർഷം എഴുതിയ LDC ആണ് എൻ്റെ ഓർമ്മ, അതിൽ 75 മാർക്സ് അവർ സ്കോർ ചെയ്യുണ്ടായി. LDC ആണ് LGS നമുക്ക് ഓർമ്മയില്ല, ഏതൊരു എക്സാം. നോക്കൂ, ഇവിടെയാണ് നമ്മളൊരു യാർഡ് സ്റ്റിക്ക് നമ്മൾ തന്നെ ഒരു മോണിറ്റർ ചെയ്യേണ്ട ആവശ്യകത മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്ന്, പഠനത്തിന്റെ ഒരു ശാസ്ത്രീയത നമ്മൾ മനസ്സിലാക്കി വെക്കണം. ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് അവിടുന്ന് കുറെ കെട്ടി ഇവിടുന്ന് കുറെ കെട്ടി ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ വരുന്നത് കുറെ വായിച്ചു നോക്കി, ഇങ്ങനെയല്ല. നമ്മൾ SSLCക്ക് പഠിച്ചത് എങ്ങനെയായിരുന്നോ അതേപോലെ പഠിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് പുസ്തകങ്ങൾ വേണം, നോട്ട്സ് വേണം, റിവിഷൻ നോട്ട്സ് വേണം, ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ വേണം. ഈ സാധനങ്ങളൊക്കെ വേണം. ഡെയിലി ടെസ്റ്റുകൾ വേണം. നമുക്ക് സ്കൂളുകളിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടാകും, വീക്കിലി ടെസ്റ്റുകൾ ഉണ്ടാകും, പിന്നെ ഓണം, ക്രിസ്മസ് എക്സാമുകൾ ഉണ്ട്, അതിന്റെ കൂടെ മോഡൽ എക്സാംസ് ഉണ്ട്. ഇങ്ങനെ ക്യാമ്പിൽ കുറെ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഞങ്ങൾക്ക് ചെയ്തിട്ടാണ് നമ്മൾ SSLCക്ക് ഇത്രയും സ്കോർ വാങ്ങിച്ചിട്ടുള്ളത്.
PSCക്ക് അനേകായിരം SLCക്ക് എന്താ ജയിച്ചാൽ മതി, അല്ലെങ്കിൽ സ്കോർ കിട്ടിയ എല്ലാവർക്കും ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടും ഡിസ്റ്റിങ്ഷൻ, അത്രയും മാർക്ക് കിട്ടിയാൽ മതി. ബട്ട് ഹിയർ നമുക്ക് ഒന്നാമനാകണം, അല്ലെ, ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തണം. ഈ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം തന്നെ ചിലപ്പോൾ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതാക്കി കളയും. റൈറ്റ്, ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി, ചിലപ്പം നമ്മുടെ റാങ്ക്, നമ്മുടെ തൊട്ട് മുമ്പുള്ള റാങ്കിലുള്ള ആൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി, ചിലപ്പോൾ ഒരു 6 മാസം കണ്ടിരിക്കും നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുക. അപ്പൊ സീനിയോറിറ്റിയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലര് നമ്മുടെ റാങ്കിന്റെ തൊട്ട് മുകളിൽ നിന്നാണ് കട്ടായി പോവുക, അഥവാ നിയമനം പൂർത്തിയായി, നിയമനമില്ല, റാങ്ക് എക്സോസ്റ്റഡ് ആയി, റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു സങ്കടം ഉണ്ടാകുന്ന. ഇങ്ങനൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിപ്പറേഷൻ ഒന്ന് വളരെ സ്ട്രാറ്റജിക്കലി, സിസ്റ്റമാറ്റിക്കലി, ശാസ്ത്രീയമായ ഇതാക്കി മാറ്റണം. പണ്ടത്തെ പോലെ ഹാർഡ് വർക്ക് എന്നല്ല പറയുക, സ്മാർട്ട് വർക്കാണ്. ഇന്നെല്ലാം നിങ്ങളെ കൈത്തുമ്പിലുണ്ട്, അല്ലേ? PSC ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് കൃത്യമായിട്ട് രാവിലെ മുതൽ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 11 മണി വരെ നമ്മുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒരു പാഠ്യപദ്ധതിയാണ് നമ്മുടെ PSC എന്നുള്ളത്. ഇതില് വളരെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. 2 ദിവസം ക്ലാസ്സിൽ ഇല്ലെങ്കിൽ, നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിങ്ങളുടെ ആക്ടിവിറ്റികളൊന്നും കാണുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോൾ വരും, എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട്. എനിക്ക് നല്ലൊരു ഓർമ്മയുള്ള ഒരു കാര്യം, രസകരമാണ്. ഇതേപോലെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരാഴ്ച അവരെ കാണാനേ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഓഫീസിൽ നിന്ന് അവരെ വിളിച്ചു. അപ്പം വിളിക്കുന്നതിന് മുമ്പേ തന്നെ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവരുടെ മെസ്സേജ്: ഞാൻ ഒരാഴ്ച ലീവ് എടുക്കാൻ കാരണം ഞാൻ പ്രസവിച്ചു, പ്രസവത്തിന്റെ ഭാഗമായിട്ട് പ്രസവിക്കുന്നതിന്റെ തലേന്ന് വരെ ഞാൻ ആക്റ്റീവായിരുന്നു, ഇനി പ്രസവിച്ച സ്ഥിതിക്ക് ഒരാഴ്ച റെസ്റ്റ് എടുത്തതാണ്, വീണ്ടും നമുക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. ഇതൊരു അതിശയോക്തിയല്ല. കാരണം നമ്മൾ ഈ സിസ്റ്റത്തിൽ പറഞ്ഞപ്പോൾ 6 മാസത്തെ കോഴ്സ് ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ട് പിറ്റേന്ന് മുതൽ നമുക്ക് വരുന്ന മെസ്സേജുകൾ എന്താ അറിയോ, ജീവിതത്തിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്നു, വീഡിയോ ക്ലാസ്സുകൾ കേൾക്കുന്നു, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ മെറ്റീരിയൽസ് റീഡ് ചെയ്യുന്നു, ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ജീവിതം ഇതിലേക്ക് അങ്ങോട്ടേക്ക് മാറുകയാണ്. അപ്പം സമയമില്ലാത്തവരോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരോ കോളേജിൽ പഠിക്കുന്നവരോ എന്തോ ആവട്ടെ, അവർക്കൊക്കെ ഈ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒന്ന്, നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്, ഫോളോ അപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തത്, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് അറ്റൻഡൻസ് ഫോം ഉണ്ട്, അതും കൂടെ ചെയ്തിട്ടാണ് നിങ്ങൾ ഉറങ്ങാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇനി ഇൻ കേസ് ഒരു ദിവസം നിങ്ങൾക്ക് ഇതൊക്കെ നടത്താൻ കഴിഞ്ഞില്ല, വീട്ടിലൊരു ഫംഗ്ഷനോ മറ്റോ വന്നല്ലോ, ഒരു ഹോസ്പിറ്റൽ കേസിന് പോകേണ്ടി വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സാറ്റർഡേ സ്റ്റഡി ലീവാണ്. ഈ സ്റ്റഡി ലീവിന്റെ സമയത്ത് മിസ്സായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. സൺഡേ വീക്കിലി ടെസ്റ്റ് കിട്ടും. സൺഡേ വീക്കിലി ടെസ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് ആ ഒരാഴ്ച പഠിച്ചത് മുഴുവൻ റിവിഷൻ നടത്താനും പൂർണ്ണമായി പഠിക്കാനും ഒക്കെ ഉള്ള അവസരമാണ്. അപ്പൊ സാറ്റർഡേ സ്റ്റഡി ലീവ് കിട്ടുമ്പോൾ നമുക്ക് മറ്റുള്ളതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. സൺഡേ ഈ വീക്കിലി ടെസ്റ്റും കൂടെ കിട്ടി ഒരാഴ്ച നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ വീക്കിലി ടെസ്റ്റിന്റെ മാർക്കൊക്കെ വെച്ച് നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നു. നെക്സ്റ്റ് മൺഡേ മുതൽ വളരെ ഡെഡിക്കേറ്റഡ് ആയി കഴിഞ്ഞ ആഴ്ച ഞാൻ എങ്ങനെയാണോ അതിനേക്കാളും നല്ല രൂപത്തിൽ നെക്സ്റ്റ് വീക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, മാക്സിമം എന്നോട് തന്നെ മത്സരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു കോഴ്സ്, ഒരു പഠനം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തൂല എന്നുള്ളത്? ഒരിക്കലും നമുക്ക് നഷ്ടം സംഭവിക്കൂല എന്നുള്ളതാണ്. ഇത്ര ഡെഡിക്കേറ്റഡ് ആയി പഠിച്ച റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അതാണ് നമ്മുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഇപ്പൊ സർവീസിൽ കയറി സാലറി വാങ്ങുന്നത്. അവരൊക്കെ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ വരും. ഓരോ ആഴ്ചകളിലായിട്ട് ഓഫീസേഴ്സ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിൽ അവരൊക്കെ നിങ്ങളോട് സംസാരിക്കും എങ്ങനെയായിരുന്നു അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രൊജക്റ്റാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ വെക്കുന്നത്. ഇനിയിപ്പോ ഇത്രയൊക്കെ ചെയ്യുന്നല്ലേ സാർ, എത്ര ആയിരിക്കും ഇതിന്റെ ഫീസ്? തീർച്ചയായും മറ്റുള്ള
സംവിധാനങ്ങൾ, കോച്ചിങ് ക്ലാസ്സുകൾ കൊടുക്കുന്ന കോച്ചിങ് സെന്ററുകൾ, അവിടുത്തെ ഫീസിന്റെ ഡബിള് ഇതിനെന്തായാലും എക്സ്പെൻസ് ഉണ്ട്. ശരിയല്ലേ? ഇത്രയൊന്നും പിന്നെ ഫീച്ചേഴ്സ് മറ്റുള്ള കോച്ചിങ്ങുകളിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഷീൻ ഇന്റർനാഷണൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സോഷ്യൽ ഓറിയന്റഡ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു ചായ കുടിക്കുന്ന ഒരു എമൗണ്ട് നിങ്ങൾ ആലോചിച്ചു, ഒരു 10 രൂപ, ഇതേ നിങ്ങൾക്ക് ഈ കോഴ്സിന് വേണ്ടി ചെലവാക്കേണ്ടതുള്ളൂ. ദിനേന ഒരു 10 രൂപ മാറ്റിയേക്ക്, അല്ല ഒരു ചായ ദിനേന 3-4 ചായ കുടിക്കുന്ന നിങ്ങൾ ഒരു ചായ കട്ട് ചെയ്യുക. ആ ഒരു എക്സ്പെൻസ് മാത്രമാണ് 6 മാസത്തെ ഈ കോഴ്സിന് നിങ്ങൾക്ക് വേണ്ടി വരുള്ളൂ. ഓക്കെ, അത് ഉപയോഗിക്കാന്നേ പറയാനുള്ളൂ. ഡേ 1 ഇന്നും മുതൽ തന്നെ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. റിസൾട്ട് സുനിശ്ചിതമാണ്. പിന്നെ നമ്മളെ പോലത്തെ ആളുകൾക്ക് നിങ്ങൾ കൂടെ എപ്പോഴും ഉണ്ടാകും. അവർ കൃത്യമായിട്ട് ഗൈഡൻസ് തരും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സി യു ഓൾ. താങ്ക് യു.